സഞ്ജയനായിട്ട് മാമിമാരാരെങ്കിലും വന്നിരുന്നെങ്കിൽ ഒന്ന് കരഞ്ഞു കാണിച്ചു കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് സ്നേഹമില്ലെന്ന് പറയും. ഞാനാണെങ്കിൽ ഇന്ന് വീട്ടിൽ ഒരു വകയും വേവിച്ചില്ല പെണ്ണെ. അല്ലെങ്കിൽ വീട്ടിനടുത്ത് സഞ്ജയനെ നടക്കുമ്പോൾ ആരെങ്കിലും വേവിച്ചു വെക്കൂ. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഇഡ്ഡലി സാമ്പാറൊക്കെ എടുത്ത് 2 ദിവസം ഫ്രിഡ്ജ് വെച്ച് ചൂടാക്കി തിന്നാൻ പെണ്ണെ. അമ്മ ദോ സരിതാമി മായാമിയും പറഞ്ഞു, ഒന്ന് കരഞ്ഞു കാണിച്ചു കൊടുക്കാം. അയ്യോ എന്റെ അച്ഛന്റെ ഇഡ്ഡലിന്റെ എന്തോ സരിതാമി മായാമിയും വരണേ. മായ പിള്ളേരെ കരച്ചിലല്ലേടി കാണാൻ വയ്യാത്ത മക്കള്. ഇതിലും വലുതെന്തോ വരായിരുന്നേണ്ടി സരിതേ. ഇങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിച്ചാ മതി. ആ പെണ്ണിന്റെ അച്ഛൻ മരിച്ചിട്ട് രണ്ടമ്മ അതോ അച്ഛൻ വന്നിരിക്കുന്ന സഞ്ചാരം കൂടാനായിട്ട് അകത്തോട്ട് കയറി ഇരിക്കാൻ പറ. അമ്മ പറഞ്ഞ കേക്കും. അയ്യോ ഈ പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കണില്ലേ. അനിയണ്ണ അകത്തോട്ട് കയറി ഇരിക്കുക. എന്നോട് എത്ര പിണക്ക എന്തൊരു നല്ല വേവുള്ള കിഴങ്ങാണെന്ന് തോന്നേട്ടാ. ഈ ഇറച്ചിയും കൂടെ വാങ്ങിച്ച് വെച്ചുകൂടെയെന്നാ. ഇറച്ചി തന്നെ വാങ്ങിച്ചു വെക്കും. ഇറച്ചി കൂട്ടങ്ങള് 5 പൈസ പുറത്ത് കളയൂല. മാമി മതി മാമി ആയിരുന്നു, ഇനി വന്ന് ഇഡ്ഡലി കഴിക്കണം. അല്ല പാത്രത്തിൽ എടുത്തിയാടി. നമ്മളടുത്ത് അതിന് കൂടിപ്പോയാല. തോനെയൊന്നും കൊണ്ടുപോണ്ട, ഇത് രണ്ടിലും കൂടെ കുറച്ച് വാങ്ങിച്ചാ മതി. ഇവിടെ അയ്യപ്പ കഞ്ഞൂത്തൊന്നുമല്ല നടക്കാം ഈ ചരുവം കൊണ്ടുവരാൻ. ഇത്രയ്ക്കുള്ള സാധനമൊന്നും ഇവിടെ ഇല്ല. ഇതൊക്കെ എടുത്തോണ്ട് വീട്ടിൽ പോ. ഞാൻ പറഞ്ഞാ നിന്റെ കൂടെ എച്ചികളാണെന്ന്. ചേച്ചി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല.